പിന്നെ ഏകപക്ഷീയമായ അനുകൂല പ്രമേയങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വസിച്ചത്. പിന്നെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ ആ പ്രമേയത്തിന് അനുകൂലിച്ച് തീരുമാനം എടുക്കേണ്ടവരല്ലേ. നിയോജകമണ്ഡല ചെയർമാൻ പറയുന്നു ഈ ഇവിടെ ഡിവൈഎഫ്ഐക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അപ്പം UDFന്റെ നിയോജക ചെയർമാനെ ഇവർ അവിശ്വസിക്കുകയല്ലേ ചെയ്ത്. അതുപോലെ തന്നെ UDF ഇവരെന്നു മുതലാണ് UDFിലായത്. ഇവര് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു ബൈറ്റ് കൊടുത്തല്ലോ. അദ്ദേഹത്തിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ചോരയും നീരും വെയിലും കൊണ്ടാണ് ഞങ്ങൾ ഈ അദ്ദേഹത്തിന് ജയിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച വാർഡിൽ കോൺഗ്രസ് അവിടെ ആരും ഇല്ലാതെ ഇരുന്നിട്ട് സമയത്ത് കോൺഗ്രസുകാർ വീട് കയറിയാണ് അന്ന് അവിടെ ഒരു മൊണാസ്ട്രി വാർഡിൽ ഞാൻ സഹിതം വീട് കയറിയാണ് 2 ബൂത്തില് ചുമതല ഏറ്റെടുത്തുകൊണ്ട് വീട് കയറിയാണ് പറയട്ടെ. ജയിപ്പിച്ചപ്പോ ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു അവിശ്വാസം? അദ്ദേഹം പറയേണ്ടത് അന്ന് ബിജെപിയുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരുള്ള MP വേണ്ടി വിടുതല ചെയ്യുന്ന പണിയായിരുന്നു അന്ന് ബിജു പുളിക്കണ്ടം ചെയ്തിരുന്നത്. അന്ന് LDFന്റെ ഭാഗത്തായിരുന്നു ഈ ബിജു പുളിക്കണ്ടം ഇരുന്നത്. അന്ന് UDFന്റെ ഭാഗത്തല്ല. ഇന്ന് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ മാണി സി കാപ്പൻ MLA മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ വാർഡുകളിൽ പോയി. അതിനൊക്കെ മറുപടി വേണ്ടേ? എന്തുകൊണ്ട് എങ്ങനെ UDFുകാരായി ഇവര് സ്വതന്ത്ര മുന്നണിയാ? UDFുകാരെ അല്ല വഞ്ചിച്ചത്, UDFുകാരായി ഞങ്ങളെയാണ് ഇവർ വഞ്ചിച്ചത്. ഇവരെ DYFക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇവർ UDF പ്രവർത്തകരുടെ മനോബലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. നടപടി ഞങ്ങൾ വിപ്പ് ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഞങ്ങൾ വിപ്പുകൾ കയറ്റിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുമാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പം അവർ ആദ്യം എന്താ കാണിച്ചത്? LDF അവിശ്വത്ത് കൂട്ടുകെട്ടുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും അവിശ്വത്ത് കൂട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFന്റെ ചെയർമാൻ ഒരു കാര്യം ഒരു കാര്യം പറയാം. അല്ല ഒരാൾ പറയുവാണെങ്കിൽ മറുപടി പറയാം. അല്ല കേരള കോൺഗ്രസ് M പാർട്ടി ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDFിന്റെ പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അവിശ്വാസം. മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. പിന്നെ ഭരണമുണ്ടോ? ഐക്യജനാധിപത്യ മുന്നണിക്ക് നട്ടവും കോട്ടവും ഇല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടായിരിക്കും. ആ ഭരണത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഭരിക്കുന്നത്. നിങ്ങളിത് കണ്ടോ? ഈ നാട്ടില് വികസനങ്ങൾക്കും അതൊക്കെ അവരാണ് പറയേണ്ടത്. ആ മറുപടി ഞങ്ങൾക്ക് അറിയത്തില്ല. അതൊക്കെ അവരോട് ചോദിക്കണം. പക്ഷെ ഒരു കാര്യം, ഒരു കോൺഗ്രസ് പ്രവർത്തകർ 6 പേര് മാത്രം. സ്വതന്ത്ര മുന്നണിയില്ലേ? സ്വതന്ത്ര മുന്നണി ഒരാളില്ലേ? 7 പേരില്ലേ? പിന്നെ UDF എന്ന് പറഞ്ഞാൽ ഇനി ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ADF ഉണ്ടല്ലോ. അവര് തീരുമാനം പറയട്ടെ. തീരുമാനം പറയുമ്പോൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ മറുപടി പറയും. ഇപ്പോഴും UDF മുന്നണി എന്ന് പറഞ്ഞാൽ 10 പേരാണ്. നിലവിൽ 10 പേരാണ്. സ്വതന്ത്ര മുന്നണി എങ്ങനെ UDFന്റെ സ്വതന്ത്ര മുന്നണിയാകുന്നത്? DCC ഞാൻ പറഞ്ഞല്ലോ, DCC നേതൃത്വം അവരോട് ഏറെ ബഹുമാനമുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിനോട് ബഹുമാനമുണ്ട്. അവര് പല കാര്യങ്ങളും ഞങ്ങൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവും കന്നേറ്റും ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. എന്റെ വീട് ഞാൻ പറയാലോ, ഞാൻ വാഗമണിലായിരുന്നു. വാഗമണിൽ തിരിച്ചു വന്നപ്പം നേരെ കൗൺസിലിലേക്കാണ്, ഇവരെയും കൂട്ടിക്കൊണ്ട് കൗൺസിലിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ വിപ്പ് കാണുന്നത്? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ് ബാധകമാകും? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ്? എന്റെ ഒരു ഒപ്പിട്ട ഒരു സാധനം ഇവിടെ സെക്രട്ടറിക്ക് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ രാജിവെക്കാം. ഇതിന്റെ പൊതുപ്രവർത്തനം നടത്താൻ വേറെ കൊടുത്തിട്ടില്ല. എങ്ങനെ ഞാൻ എന്റെ ഒപ്പിട്ട ഒരു പേപ്പർ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പൊതുപ്രവർത്തനം ഈ 6 പേരും രാജിവെക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വേദികളിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അവതരിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെയുള്ള പദ്ധതികൾ പോലും ഞങ്ങളുടെ വാർഡുകളിൽ ചെയ്യരുതെന്ന് പറയുന്ന ഒരു ചെയർപേഴ്സണോട് നമ്മൾ എന്ത് പറയണം? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു നിങ്ങൾ ഇത്രയും മീഡിയക്കാരുണ്ടെങ്കിൽ ഈ മീഡിയക്കാരുടെ ഒരാളെ കള്ളക്കേസ് കുടിക്കാൻ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കില്ലേ? നിങ്ങളിപ്പോ ഇതിനകത്ത് ഒരാൾ കയറി വന്നു, എന്റെ ഒരു വാച്ച് നഷ്ടപ്പെട്ടെന്ന് ഞാൻ ചുമ്മാ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ? വേറെ ആരുടെ കൂടെ നിൽക്കും? അപ്പൊ ഞാൻ എന്റെ സഹപ്രവർത്തകനായ ബിജു മാത്യൂസിന്റെ വീട്ടിൽ ഞാൻ ഈ കള്ളപ്പരാതി കൊടുത്തതിന്റെ തലേദിവസം ചെന്നപ്പം ആ കുട്ടി, നിങ്ങൾ നോക്കി നോക്കണം, ഒരു സാധാരണ ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ പോകേണ്ടത്, ആ സ്കൂളിൽ പോകാതെ ആ കൊച്ചു കരഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ ഒരു സഹപ്രവർത്തകൻ ചോദിച്ചു, എന്ത് കുട്ടി എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി കരഞ്ഞോണ്ട് പറഞ്ഞെന്നറിയോ, എന്റെ അച്ഛനെ കള്ളക്കേസ് കുടിക്കും, ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി ഇങ്ങനെ അതായത് ചെറുപ്പക്കാരിയായ ചെയർപേഴ്സൺ ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുത്തപ്പോൾ ഞാൻ എങ്ങനെ പോയി ആ മുഖം ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും എന്നും അതുപോലെ സങ്കടപ്പെട്ട ഒരു കുട്ടി പറയുമ്പോൾ നമുക്ക് ആ വിഷമം ഉണ്ടാകാതിരിക്കുമോ? എന്റെ കുടുംബത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടായില്ലേ?
ഞാൻ പറഞ്ഞല്ലോ ഫാബി, ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്താൻ ഈ പാലാ നിയമമണ്ഡലത്തിൽ എന്നും അടിത്തട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്നും ചവിട്ടി മെതിക്കുമായിരുന്നു. ആ ചവിട്ടി മെതിച്ചതിനുള്ള മറുപടിയാണ് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഒരു ഭരണം ഇവിടെ ഉണ്ടാകും. ആ ഭരണത്തിൽ എല്ലാവിധ ജനങ്ങൾക്കും, അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും പണിയെടുക്കുന്നവനും എല്ലാവർക്കും 6 കൗൺസിലർമാരാണ് ഉള്ളത്. 6-1-7 അത് നിങ്ങൾ മനസ്സിലാക്കുക. സഹോദര, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അവിശ്വാസം പാസ്സാക്കാന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. കേരള കോൺഗ്രസ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കേരള കോൺഗ്രസ് ധാരണ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഭരിക്കാനുള്ള കാര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള പൂർണ്ണമായ കഴിവും ആഭിത്യവും നട്ടലും ഉണ്ടായിട്ടാണ് ഞങ്ങൾ സ്വതന്ത്ര മുന്നണി ഇത്രയും മോശമായിരുന്നു. പിന്നെ എന്തിനാണ് ആദ്യം ധാരണ ഉണ്ടാക്കിയത്? ഈ ധാരണ ഉണ്ടാക്കിയത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? അതായത് ഇങ്ങനെ ഉണ്ടോന്ന് അറിയുമായിരുന്നു. ഇവര് നമ്മുടെ വന്ന് കൂടുകയത്, നമ്മുടെ ഒപ്പം കൂടുകയത്, കൂടി കഴിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കൂടിക്കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൽ പ്രകാരം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിൽ ഞങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ പാലയിലെ പൊതുവികാരം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരുടെ പൊതുവികാരം എവിടെയാ? ഇവർക്കെതിരെയാണ്. അതുപോലെ ഈ പാലയിൽ നിങ്ങൾക്കറിയാലോ, ഈ പാലയിൽ എവിടെയാണ് ഒരു വികസനം ഉണ്ടായത്? ഒരു കല്ലിക്കൊത്ത ഒരു വികസനം എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു കല്ലിക്കൊത്ത്, അതായത് ദിയ ബിനു പുളിക്കേണ്ടതിന്റെ പേരെഴുതിയ ഒരു പ്രോജക്ട് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താം. നിങ്ങൾ മരണത്തിലുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ പ്രവർത്തനം ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.